Hi friends, welcome back to my YouTube channel Techway. PayPal അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. Computer and mobile tips, Android, iOS, Windows, website tips. Subscribe now. Press the bell icon. Never miss update. ആദ്യം നിങ്ങളുടെ PayPal അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ഇതുപോലെ. ശേഷം ഇവിടെ ഏറ്റവും മുകളിലായി സമ്മറി സെലക്ട് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായി നമുക്ക് പേപ്പാൽ വന്ന അമൗണ്ട് കാണിക്കും. അതിന് താഴ്ഭാഗത്തായി യൂറോ ആണോ ഡോളർ ആണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവിടെ 24 യൂറോ ആണ് കാണിച്ചിട്ടുള്ളത്. അതിന് താഴെ 33-35 ഡോളറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അമൗണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് താഴ്ഭാഗത്തായി നിങ്ങൾക്ക് കുറച്ച് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണാം. നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ ഈ ഒരു അമൗണ്ട് വന്നത്, എവിടെ നിന്ന് വന്നു, എത്ര വന്നു എന്ന കാര്യങ്ങളൊക്കെ. ഈ ഒരു അമൗണ്ടിന് മുമ്പിലായി നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു അമൗണ്ട് നിങ്ങളുടെ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ പ്ലസ് കാണിക്കുക. നിങ്ങൾ അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഇവിടെ പ്ലസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു അമൗണ്ട് ഞാൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെയാണ് ബാക്കിയെല്ലാം. ഓക്കെ, ഇവിടെ ഷട്ടർ സ്റ്റോക്കിൽ നിന്നും നമുക്ക് അമൗണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു പേയ്മെൻ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, $35.53. അപ്പോൾ ഈ ഷട്ടർ സ്റ്റോക്കിൽ നിന്നും ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷട്ടർ സ്റ്റോക്കിൽ എങ്ങനെ ഇമേജ് അപ്ലോഡ് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ആ വീഡിയോ കാണുക. ഷട്ടർ സ്റ്റോക്കിൽ നിന്നും വളരെ ഈസിയായി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം വന്നിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അവർ എത്രയാണ് നമ്മളിൽ നിന്നും ഫീസ് ഈടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് വന്ന അമൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നു. എനിക്ക് ടോട്ടലായിട്ടും അമൗണ്ട് വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു പേയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ടോട്ടലായിട്ടുള്ള ഒരു അമൗണ്ടാണ് 19.40 യൂറോ. അപ്പോൾ ഇവർ 1.42 യൂറോ ഫീസായിട്ട് ഈടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫീസായിട്ട് ഈടാക്കിയിട്ടുണ്ട്. എനിക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നത് 17.98 യൂറോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന ആ ഒരു പീരീഡിൽ അവർ ഇതിന് ഫീസ് ഈടാക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അയച്ച അമൗണ്ടിൽ നിന്നും മൈനസ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഷട്ടർ സ്റ്റോക്കിൽ നിന്നും വന്ന അമൗണ്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഷട്ടർ സ്റ്റോക്കിൽ നിന്നും $35 ആയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പേപ്പാലിലേക്ക് അമൗണ്ട് വരുന്നതാണ്. ഷട്ടർ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ടോട്ടലായിട്ടുള്ളത് $30.83. എനിക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്ന ടോട്ടൽ സെയിം അമൗണ്ടാണ്. കാരണം ഇവർ ഷട്ടർ സ്റ്റോക്കിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊന്നും ഇവർ ഫീസ് ഈടാക്കുന്നില്ല. നമുക്ക് യൂട്യൂബിൽ നിന്നും വരുന്ന അമൗണ്ടും ഫേസ്ബുക്കിൽ നിന്നും വരുന്ന അമൗണ്ടും ഷട്ടർ സ്റ്റോക്കിൽ നിന്നും വരുന്ന അമൗണ്ടൊക്കെ ഫീസ് ഇല്ലാതെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു അമൗണ്ടൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ ട്രാൻസ്ഫർ ഫണ്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം 10 യൂറോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മിനിമം $10 എങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പണം ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. 10 യൂറോ അല്ലെങ്കിൽ ഡോളർ അതിന് താഴെയുള്ള അമൗണ്ട് നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ എറർ കാണിക്കും. ഇപ്പോൾ ഓൾറെഡി 24 യൂറോ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഏത് അമൗണ്ടാണോ ട്രാൻസ്ഫർ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആദ്യം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് $. ആണ്. ഇത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഒന്നിൽ കൂടുതൽ ബാങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ബാങ്ക് ഇവിടെ കാണിക്കും. ഞാനിവിടെ ഒറ്റൊരു ബാങ്ക് മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബാങ്ക് സെലക്ട് ചെയ്യുകയാണ്. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മിനിമം 3-5 ഡേയ്സ് എങ്കിലും ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ബിസിനസ് ഡേയ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. 4 ദിവസമെങ്കിലും എടുക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ദിവസങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ചില സമയത്ത് പെട്ടെന്ന് നടക്കാറുണ്ട്. അതിനുശേഷം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു കോഡ് ഉണ്ടല്ലോ, ആ ഒരു കോഡ് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും. ആ കോഡ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കോഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. $35 നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. $to INR. ഓക്കെ, അപ്പോൾ $1 74.85 നമ്മളുടെ അമൗണ്ട്. 35 എന്ന് വെച്ചാൽ $2655 രൂപയാണ്, ഇന്ത്യൻ മണിയാണ്. ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
ശരിയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ഇവിടെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട് ഇന്ത്യൻ മണി 2553 രൂപ. ഇവിടെ കാണിച്ചിട്ടുള്ളത് 2682 രൂപ. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കൺവേർഷൻ റേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. 72 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. $1 72 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ഫീ ഇവിടെ ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് റിസീവ് ചെയ്യാൻ മാത്രമേ ഇവർ പേയ്മെൻറ്റ് ഈടാക്കുന്നുള്ളൂ. ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഫീസൊന്നും ഈടാക്കുന്നില്ല. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ എമൗണ്ട്, നിങ്ങളുടെ പർപ്പസ് കോഡ്, ഇന്നത്തെ റേറ്റ്, ഇന്നത്തെ ഡോളർ റേറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഒരു പക്ഷേ റേറ്റ് കൂടിയാൽ, നിങ്ങൾക്ക് റേറ്റ് കൂടിയ സമയത്ത് ഇപ്പോൾ ഇവിടെ കാണാം ഏറ്റവും കുറവാണ് ഈ റെഡ് സംഭവം, ഏറ്റവും കുറവുള്ള സമയത്താണ് ഈ ഒരു റെഡ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഈറോ സെലക്ട് ചെയ്ത് നോക്കാം. അതിൽ കുറച്ച് ഗ്രീൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഈറോ, ഓക്കെ, ഈറോ ഇതുവരെ ഉണ്ടായേക്കാളും കുറച്ച് കൂടിയിട്ടാണുള്ളത്. ഓക്കെ, ഒരു ഈറോ 88 റുപ്പീസ് ഇന്ത്യൻ മണി. ഇനി നമുക്ക് താഴ്ഭാഗത്തായി ട്രാൻസ്ഫർ നൗ എന്നൊരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഇവിടെ 4000 സംതിങ് ഉണ്ടായി, ഇപ്പോൾ 2000 ആയി. ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇവിടെ 0 ആയി. നേരത്തെ 35 ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സമ്മറി ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ശരിയാണ്, ഇപ്പോൾ നമ്മളിൽ നിന്ന് $, മൈനസ് ആയിട്ടുണ്ട്. ഇവിടെ പെൻഡിങ് ആണ് കാണിച്ചിട്ടുള്ളത്. 3-4 ഡേയ്സ് എടുക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ മൈനസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൈനസ് ആയിരിക്കും കാണിക്കുക. ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇതുപോലെ മൈനസും, ട്രാൻസ്ഫർ ചെയ്യാത്ത എമൗണ്ട് ഇതുപോലെ ഗ്രീൻ കളറിൽ പ്ലസ് ആയിട്ട് ഇതുപോലെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ഡോളറാണ്. ഇനി നമുക്ക് ഈ 24 യൂറോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. ട്രാൻസ്ഫർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മിനിമം $10 എങ്കിലും ആയിരിക്കണം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. $9 പറ്റില്ല, കാരണം മിനിമം 10 യൂറോ എങ്കിലും ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പലർക്കും ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല പറഞ്ഞ് കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം $10 എങ്കിലും ആയിരിക്കണം. നമ്മൾ മുഴുവനായും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ റേറ്റ് ഇവിടെ കാണാം. ഒരു യൂറോ 84.95 ഇന്ത്യൻ മണിയാണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം, സെർച്ച് യൂറോ. 24 യൂറോ എത്രയാണ് ഇന്നത്തെ റേറ്റ്? 2207. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് യൂറോ 88 ആണ് ഗൂഗിൾ റേറ്റ്. ഇവിടെ കാണിച്ചിട്ടുള്ള റേറ്റ് 84 ആണ്. കുറച്ച് ട്രാൻസാക്ഷൻ ഫീസൊന്നും കാണിക്കുന്നില്ല. ട്രാൻസ്ഫർ ഉണ്ടാവുമെന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മളുടെ പേപ്പാൽ അക്കൗണ്ടിലുള്ള ബാലൻസ് 0 ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ എമൗണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഞാൻ റീപ്ലൈ ചെയ്യുന്നതാണ്. 3-4-5 ഡേയ്സ് കഴിഞ്ഞ ശേഷം ഇതുപോലെ പെൻഡിങ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹെൽപ്പ് ലൈനിൽ പോയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർ തീർച്ചയായും ഇതിൻ്റെ എന്താണോ പ്രോബ്ലം ആ ഒരു പ്രോബ്ലം നിങ്ങളെ അറിയിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ബാങ്ക് നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എമൗണ്ടുള്ള ബാങ്കൊന്നും പേപ്പാൽ ലിങ്ക് ചെയ്യാൻ പോകരുത്. ഇതുപോലെ ഫ്രീലാൻസ് വർക്ക്, ഏർണിങ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഓൺലൈനിലൂടെ മണി ഉണ്ടാക്കാം, ടെക് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ഗൈസ്. ഓൺലൈനിലൂടെ വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ പണമുണ്ടാക്കാം, അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസും, അതുപോലെ തന്നെ പേപ്പാൽ പോലുള്ള ഓൺലൈൻ ബാങ്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് പേപ്പാലിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഇവിടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മേക്കിംഗ് മണി, അതുപോലെ ഗ്രാഫിക് ഡിസൈൻ, അതുപോലെ ഷട്ടർസ്റ്റോക്ക് ടിപ്സ്, അതുപോലെ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പണമുണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവിടെ കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next time. Bye.